ചില മോദി വിരോധികൾ ചോദിക്കുന്നുണ്ട്, നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കണ്ണു തുറന്നു ചുറ്റും നോക്കേണ്ടതുണ്ട്. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കില്ല. ഈ ചുരുങ്ങിയ 10 വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വേണ്ടി ചെയ്ത ഒന്നല്ല, രണ്ടല്ല, അഞ്ചല്ല, 50-ലധികം കാര്യങ്ങൾ ഞാൻ പറയാം. ലിസ്റ്റ് ഇനിയും ഒരുപാട് കൂടുകയുള്ളൂ. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് നിർമ്മിച്ചു. രാജ്യത്ത് 12 കോടിയിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ചു. പുതിയതായി 400-ലധികം മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് സ്ഥാപിച്ചു. പുതിയതായി 7 IIT-കൾ ആരംഭിച്ചു. പുതിയതായി 9 IIM-കൾ ആരംഭിച്ചു. പുതിയതായി 16 IIIT-കൾ ആരംഭിച്ചു. പുതിയതായി 16 എയിംസുകൾ ആരംഭിച്ചു. അയോധ്യ രാമക്ഷേത്രം പണിതു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ കോൺഫറൻസ്, കൺവെൻഷൻ, എക്സിബിഷൻ ഹാളുകൾ നിർമ്മിച്ചു. തുടർച്ചയായി 105 മണിക്കൂറും 33 മിനിറ്റും കൊണ്ട് 75 കിലോമീറ്റർ ബിറ്റുമിനസ് പാത സ്ഥാപിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ് ഇന്ത്യക്ക് ലഭിച്ചു. ലോകത്തെ 2ാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കളായി മാറി ഇന്ത്യ. 2025 മാർച്ച് വരെ ഇന്ത്യയുടെ മൊത്തം റോഡ് ശൃംഖല 63 ലക്ഷം കിലോമീറ്ററിലധികമാണ്. 2014-നും 2025-നും ഇടയിൽ 54,917 കിലോമീറ്ററിലധികം പുതിയ ദേശീയപാതകൾ കൂട്ടിച്ചേർത്തു. ഇത് മൊത്തം ദേശീയപാതയുടെ നീളം ഏകദേശം 91,287 കിലോമീറ്ററിൽ നിന്ന് 1,46,204 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. ദേശീയപാതകൾ 60% വളർന്നു. 2014-ൽ 11.6 കിലോമീറ്ററിൽ നിന്ന് 2025-ൽ ഹൈവേ നിർമ്മാണ വേഗത പ്രതിദിനം 34 കിലോമീറ്ററായി. ഏറ്റവും വേഗതയേറിയ റോഡ് നിർമ്മാണത്തിനുള്ള പുതിയ ലോക റെക്കോർഡ് ഇന്ത്യ സ്ഥാപിച്ചു. ഗാസിയാബാദ് അലിഗഡ് എക്സ്പ്രസ് വേയിലെ 100 കിലോമീറ്റർ റോഡ് വെറും 100 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ചുകൊണ്ടാണ് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. 2016-ൽ ചൈന സ്ഥാപിച്ച 105 മണിക്കൂർ എന്ന മുൻ റെക്കോർഡ് മറികടന്നു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. GDP നിരക്ക് 6.5%. ഇത് ഇന്ത്യയെ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി. 2030-ഓടെ $7.3 ട്രില്യൺ GDP പ്രതീക്ഷിക്കുന്ന 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള പാതയിലാണ് ഇപ്പോൾ ഇന്ത്യ. ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉത്പാദകരായി ഇന്ത്യ നിർമ്മിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന 1ാമത്തെ രാജ്യവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. ഏറ്റവും വിജയകരമായി G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു. ഭാരതത്തിന്റെ അധ്യക്ഷതയിൽ ആഫ്രിക്കൻ യൂണിയനെ G20-ൽ ഉൾപ്പെടുത്തി അതിനെ G21 ആക്കി. അത് ചരിത്രപരമായ നിമിഷമായിരുന്നു. 2014-ൽ രാജ്യത്ത് ഏകദേശം 500-ൽ താഴെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 2024-25 ആകുമ്പോഴേക്കും ഏകദേശം 1.5 ലക്ഷത്തിലധികമായി സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു. ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറി ഇന്ത്യ. 2025 ഒക്ടോബർ വരെ സർക്കാർ അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1.95 ലക്ഷത്തിലധികമാണ്. ഇന്ത്യയൊട്ടാകെ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവ വിജയകരമായി സംഘടിപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യയാണ്. വനിതാ സംവരണ ബിൽ വിജയകരമായി പാസാക്കി. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യൽ വിജയകരം. മുത്തലാഖ് നീക്കം ചെയ്യൽ വിജയകരം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വിജയകരം. മേക്ക് ഇൻ ഇന്ത്യ വിജയകരം. ഡിജിറ്റൽ ഇന്ത്യ UPI വിജയകരം. സ്കിൽ ഇന്ത്യ വിജയകരം. ചാർധാം പദ്ധതി വിജയകരം. സ്വച്ഛ് ഭാരത് അഭിയാൻ വിജയകരം. VIP സംസ്കാരം ലാൽ ബട്ടി നിർത്തലാക്കി. ഇന്ത്യയിൽ വിശിഷ്ടാതിഥികളുടെ വാഹനങ്ങളിൽ ലാൽ ബട്ടി അഥവാ ചുവന്ന ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഭാരത് മാല പദ്ധതി വിജയകരം. സാഗർമാല പദ്ധതി വിജയകരം. സോജില ടണലിന്റെ നിർമ്മാണം വിജയകരമായി പുരോഗമിക്കുന്നു. 2030-ൽ പദ്ധതി പൂർത്തീകരിക്കും. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിർമ്മിച്ചു. സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം നിർമ്മിച്ചു. നോട്ട് നിരോധനം വിജയകരം. 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കി. ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ എന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ 36 ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങി. 2025-ലെ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ വ്യോമസേനയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി വിജയകരമായി തുടരുന്നു.
ഗ്രാമ വ്യവസായ വിൽപ്പന 4 മടങ്ങ് വർദ്ധിച്ചു. ഖാദി ഗ്രാമ വ്യവസായങ്ങൾ ചരിത്രപരമായ വളർച്ച കൈവരിച്ചു. 2024-25 വിൽപ്പന 1.70 ലക്ഷം കോടി കടന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഈ മേഖലയുടെ ഉൽപാദനത്തിൽ 347% വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് 2014-15 760 സർവകലാശാലകളുടെ എണ്ണം 2025 ജൂണിൽ 1338 വർദ്ധിച്ചു. 2014 മുതൽ മോദി സർക്കാർ ഇന്ത്യയിലുടനീളം ഏകദേശം 390 പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു. 2025 തുടക്കത്തിൽ രാജ്യത്തെ മൊത്തം സർവകലാശാലകളുടെ എണ്ണം 1200-ലധികമായി. ISRO ബജറ്റ് 13,400 കോടി. കഴിഞ്ഞ 10 വർഷത്തിൽ ISROയുടെ ബജറ്റ് ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5,600 കോടിയിൽ നിന്ന് 13,400 കോടിയിലധികമായി വർദ്ധിച്ചു. ഉഡാൻ പദ്ധതി വിജയകരം. 2014 മുതൽ ഇന്ത്യ അതിന്റെ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമാക്കി. 145 വിമാനത്താവളങ്ങൾ, 2 ജലവിമാനത്താവളങ്ങൾ, 13 ഹെലിപോർട്ടുകൾ എന്നിവയുൾപ്പെടെ 160-ലധികം പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങൾ തുറന്നു. ഏകദേശം 6 ലക്ഷം കോടി രൂപ ചെലവിൽ 10,000 കിലോമീറ്റർ നീളമുള്ള 25 പുതിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ കൂടി രാജ്യത്ത് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ നിശബ്ദ വിപ്ലവം കൂടി പൂർത്തിയാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയെ മറ്റേതൊരു ലോകരാജ്യത്തോടും കിടപിടിക്കുന്ന ശക്തിയായി മാറ്റും. ഇന്ത്യ ഇന്ന് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, കാലാവസ്ഥാ പ്രവർത്തനം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ ഒരു പ്രധാന ആഗോള ശബ്ദവുമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് BJP സർക്കാർ രാജ്യത്ത് ഇത്രയും മാറ്റം കൊണ്ടുവന്നത് എന്നത് ഓർക്കണം നിങ്ങൾ. റോഡ്, റെയിൽവേ, നദി, പാർപ്പിടം തുടങ്ങിയ വിവിധ മേഖലയിൽ ഈ ഒരു കാലയളവിലുണ്ടായ മാറ്റം ചെണ്ട കൊട്ടി അറിയിച്ചില്ലെങ്കിലും നടന്നിട്ടുള്ളതാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ കാണിക്കണം പലരും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതത്തിൽ പ്രതിമ നിർമ്മാണവും ക്ഷേത്ര നിർമ്മാണവും മാത്രമല്ല നടന്നത്, മറ്റു പലതും നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രാഷ്ട്രീയത ബാധിച്ച ചിലരുടെ കണ്ണുകളിൽ അത് പെടുന്നില്ല എന്ന് മാത്രം. കാണേണ്ടവർ എല്ലാം കാണുന്നുണ്ട്. ഒന്നും കാണാത്തവർക്ക് ഒന്നും കാണാനും കഴിയില്ല. കാരണം നമ്മൾ ഭൂലോക പ്രബുദ്ധരല്ലേ.